പാമ്പുകടിക്ക് ആന്റിവെനം നൽകിയാലും രോഗി മരിക്കാൻ സാധ്യതയുണ്ടോ? അതെ, ആന്റിവെനം നൽകിയാലും ഒരുപക്ഷെ രോഗിയുടെ ജീവൻ എടുത്തേക്കാം. പാമ്പുകടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പാമ്പ് കടിയേറ്റാൽ ചികിത്സ നൽകേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. പാമ്പ് കടിയേറ്റ മുറിവിന് മുകളിൽ തുണി മുറുക്കി കെട്ടരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുകൂടാതെ മുറിവ് സോപ്പിട്ട് കഴുകുന്ന രീതിയും ശരിയായൊരു നടപടിയല്ല. മുറിവേറ്റ ഭാഗം അനക്കാതെ ആശുപത്രിയിലേക്ക് എത്രയും വേഗം കൊണ്ടുപോകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. വിഷമുള്ള പാമ്പ് കടിച്ചു എന്നുള്ളത് കൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. വിഷമുള്ള പാമ്പ് കടിച്ചെങ്കിലും ചിലത് വിഷം ഇഞ്ചക്ട് ചെയ്യാറില്ല. ആദ്യം ചെയ്യേണ്ടത് വിഷത്തിന്റെ വ്യാപനം കുറയ്ക്കുക എന്നുള്ള നടപടിയാണ്. അതിന് ചെയ്യേണ്ടത് ഭയപ്പെടാതിരിക്കുക. ഭയം കൂടിക്കഴിഞ്ഞാൽ രക്തയോട്ടം വർദ്ധിക്കും. അത് വിഷം ശരീരത്തിലെ പല മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനായി കാരണമാകും. വിഷപ്പാമ്പാണ് കടിച്ചതെങ്കിലും ഉടൻ തന്നെ ആന്റിവെനം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഡോക്ടർമാരെ സംബന്ധിച്ച് ഏറെ കുഴപ്പിക്കുന്ന മറ്റൊരു വസ്തുത. ആന്റിവെനം എന്ന് പറയുന്നത് 80% അലർജിക്കാണ്. അലർജിയുടെ തോത് മുൻകൂട്ടി പ്രവചിക്കാനും കഴിയില്ല. ചെറിയ വിറയൽ, ഛർദി, തൊലിപ്പുറമെ തിണർപ്പ്, ചൊറി തുടങ്ങിയ അലർജി ലക്ഷണങ്ങൾ പലരും കാണിക്കാറുണ്ട്. ചിലരിൽ BP അല്പം കുറഞ്ഞു പോകാറുമുണ്ട്. ഇതുകൂടാതെ ജീവൻ ഒരുപക്ഷെ അപകടത്തിലാക്കിയേക്കാവുന്ന ഗുരുതരമായ അലർജി വരാനുള്ള സാധ്യതയുണ്ടെന്നും പഠനങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മൂർഖൻ, വെള്ളിക്കെട്ടൻ എന്നിവയുടെ വിഷം ആദ്യമേ കാര്യമായി ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആന്റിവെനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴോ അതിനുശേഷമോ രോഗിയുടെ ശ്വാസം നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായി പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ശ്വാസതടസ്സം അനുഭവപ്പെട്ടാൽ വെന്റിലേറ്റർ ചികിത്സയും അത്യാവശ്യമാണ്. കടിയേറ്റ ഭാഗത്തു നിന്നും രക്തത്തിൽ പ്രവേശിച്ച് ഒഴുകി നടക്കുന്ന വിഷത്തെ നിർവീര്യമാക്കാൻ മാത്രമേ ആന്റിവെനമിന് കഴിയത്തുള്ളൂ. വിഷം ശരീരത്തിലെ വിവിധ അവയവങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ വെനം ശരീരത്തിൽ കയറ്റിയതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആന്റിവെനം നൽകുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പാമ്പ് കടിയേറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. മൂർഖൻ പോലുള്ള പാമ്പ് കടിച്ചത് ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളുമുണ്ട്. പാമ്പ് വിഷബാധയുടെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാതെ ആന്റിവെനം നൽകാറില്ല. കൂടുതൽ കടികളും വിഷമില്ലാത്ത പാമ്പുകളിലൂടെയാണ്. വിഷമുള്ള പാമ്പുകളുടെ കടിയിൽ തന്നെ 30% വരെ വിഷമേൽക്കാത്ത കടികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റിവെനം പോലത്തെ വില കൂടിയതും ലഭ്യത കുറഞ്ഞതും അപൂർവങ്ങളിൽ ഗുരുതരമായ അലർജിക്ക് വഴിയൊരുക്കുന്നതുമായിട്ടുള്ള ഒരു മരുന്ന് വെറുതെ ഒരു സംശയത്തിന്റെ പേരിൽ മാത്രം ഒരാളിൽ പ്രയോഗിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.